ഹായ് ഡിയേഴ്സ്. അപ്പം ഞാൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. കളരി അമ്പലത്തിൽ ഗുരുതി പൂജയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും വെക്കേഷനായപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കളരി അമ്പലത്തേക്ക് പോവുകയാണ്. അവിടെ കാണുന്നില്ലേ ആ ദൂരെ, അവിടെയാണ് നമ്മുടെ അമ്പലം. അപ്പോൾ നമുക്ക് റോഡിലേക്ക് കൂടെ പോവാണ്ട് പാടത്തു കൂടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ പാടത്തുനിന്ന് കയറി അമ്പലത്തിലേക്ക് എത്താനായി. വർഷമോൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ കളരി പരദേവതാ ക്ഷേത്രത്തിൽ, ഈ അമ്പലം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചാനലിലുണ്ട് നമ്മുടെ കല്യാണ വീഡിയോ. ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അമ്പലത്തിൽ കുറേയൊക്കെ തിരക്കുണ്ട്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ റെസീറ്റ് ആക്കുന്ന ഒരു തിരക്കാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളും അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറി. അപ്പോഴാണ് നമ്മുടെ അഞ്ജലി കുട്ടീനെ കണ്ടത്. അഞ്ജലി കുട്ടിയുടെ ഡാൻസ് ഉണ്ട്. അഞ്ജലി എവിടെ കണ്ടാലും ഓടി വരും. അഞ്ജലി നമ്മുടെ ഒരു അനിയത്തി കുട്ടിയാണ്. നമ്മുടെ അനിയത്തി കുട്ടികളാണ്. പിന്നെ നമ്മുടെ ഭാഗത്തുള്ള എല്ലാവരുടെയും കലാപരിപാടികളായിരുന്നു നടന്നിരുന്നത്. അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അടിപൊളി നല്ലൊരു സദ്യ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ പായസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും വർഷമോളും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗുരുതി തുടങ്ങുന്ന സമയത്തായിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് ഇത്. അങ്ങനെ അമ്പലത്തിലേക്ക് എല്ലാവരും വേഗം വരാനൊക്കെ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ എപ്പോഴും പിന്നിലായിരുന്നു. ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ മേളം കഴിഞ്ഞു. അതിനുശേഷം പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അവർ. ഇവിടെയാണ് ഗുരുതി പൂജ നടക്കുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്നത് അവിടെ നാഗപൂജയാണ്. നാഗപൂജയ്ക്ക് ശേഷമാണ് ഗുരുതി നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നാഗപൂജയുടെ അവിടെ പ്രാർത്ഥിച്ചു, തൊഴുത് തിരിവെച്ച് വന്നു. പിന്നെ ഗുരുതി പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതൊന്നും നമ്മൾ കാണാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തൊഴുതു. അത് കഴിഞ്ഞ് ഗുരുതി പൂജയ്ക്ക് പോയപ്പോഴാണ് ഷൈനീനെ കണ്ടത്. എൻ്റെ ബാല്യകാല സുഹൃത്താണ് അവൾ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പ്രസാദമൊക്കെ കിട്ടിയാൽ കഴിക്കുകയാണ്. നമ്മുടെ നിഷ ചേച്ചി അവിടെ ഒരു മുക്കിലിരുന്ന് കഴിക്കുന്നുണ്ട്. നിഷ ചേച്ചി ഏതോ ലോകത്തെ ഇരുന്നേ ഇരിക്കും, നിന്നാ നിൽക്കുക, അങ്ങനെയാണ് നമ്മുടെ ചേച്ചി കേട്ടോ, സ്വന്തം ചേച്ചിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസാദം. പായസങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പൂജയുടെ, അതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ഷൈനിയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് നാളിന് ശേഷം കണ്ടല്ലേ. പിന്നെ നമ്മുടെ പിള്ളേർ, ഇതാ ശ്രീകുട്ടിയും പിള്ളേരും നമ്മുടെ അനിയത്തി കുട്ടികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.